ഹായ് ഓൾ, ഞാൻ സൂസൻ. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലേ, എന്നോട് കുറേ പേര് പറഞ്ഞു അത് കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരുന്നൊക്കെ. സാരമല്ല കേട്ടോ, നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് വിഷമമായതായിരിക്കും. പലരുടെയും മക്കളും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ ദൂര സ്ഥലങ്ങളിലാണ്, നമുക്ക് ആരും നേരിട്ട് കാണാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കണ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്തതായിരിക്കും. ഈ പറയണ ഞാനും അത്ര വലിയ സന്തോഷമുള്ളൊരു സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ടൊന്നും അല്ല ഇതൊക്കെ പറയണത്. പിന്നെ വെറുതെ ടെൻഷൻ അടിച്ച് എന്തെങ്കിലും അസുഖമൊക്കെ വരുത്തി വെക്കണേക്കാളും നല്ലതല്ലേ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കണ ഒരു കാര്യം പറയില്ല കേട്ടോ. പിന്നെയും ഒരു നൊസ്റ്റാൾജിക് സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നേക്കണം. ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണവും കൂടെ ഉണ്ട്. എൻ്റെ ആദ്യത്തെ തേൻ നൊസ്റ്റു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി എന്നോട് ചോദിച്ചു, എടി നീ നമ്മൾ തേൻ കട്ട് തിന്ന കഥയൊന്നും പറഞ്ഞില്ലോ. ചേടാ, അപ്പോഴാ ഞാനും ഓർത്ത് ഞാനത് മറന്നുപോയല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമായി. പക്ഷെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു എപ്പിസോഡ് ആക്കാനുള്ള കട്ടുതീറ്റ കഥകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾ എത്ര നല്ല പിള്ളേരായിരുന്നു. അന്ന് ഞങ്ങൾ പിള്ളേരായിരിക്കുമ്പോൾ ഇന്നത്തെ പോലെ ബേക്കറിയോ ഫാസ്റ്റ് ഫുഡോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പറമ്പിലുള്ള ചാമ്പങ്ങ, പേരയ്ക്ക, ഞൊട്ടാഞ്ഞൊടിയൻ ഇതൊക്കെ പറിച്ചു തിന്നും. പിന്നെ ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞില്ലായിരുന്നു. റോഡിൻ്റെ ഒരു വശത്താണ് വീടുകളുള്ളത്, എതിർവശം മുഴുവൻ കാടാണ്. ആ കാട്ടിൻ്റെ അകത്ത് വെട്ടിപ്പഴം, മുള്ളമ്പഴം, കാരക്കാപ്പഴം ഇങ്ങനെയുള്ള കാട്ടുപഴങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊക്കെ പറിച്ചു തിന്നും. പിന്നെ ഈ കാട്ടിൽ നിന്ന് തേൻ എടുക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ തേൻ എടുത്തിട്ട് ബാക്കി വരുന്ന തേനൊക്കെ കുപ്പികളിലാക്കിയിട്ട് വീട്ടിലൊരു മരത്തിൻ്റെ അലമാരയുണ്ട്, അതിൻ്റെ അകത്താണ് സൂക്ഷിച്ചു വെക്കണത്. പിന്നെ ഈ അലമാരയിൽ ഉള്ള മറ്റ് പ്രഷ്യസ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവലോസുണ്ട, അച്ചപ്പം, കുഴലപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അമ്മൂമ്മയുടെ ഒരു പേഴ്സണൽ ലോക്കറായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ പശുക്കറവയൊക്കെ ഉണ്ട്. ഞാനിപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ഓർമ്മയാട്ടോ. ഞങ്ങൾ പിള്ളേർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അടുക്കള വശത്ത് അമ്മൂമ്മ ഇരുന്നിങ്ങനെ തൈര് കടയുന്നത്. അപ്പോൾ തൈര് കടഞ്ഞ് വെണ്ണ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്കൊക്കെ തിന്നാൻ തരും. എന്നിട്ട് ബാക്കിയുള്ള വെണ്ണ വെള്ളത്തിലിട്ടിട്ട് അതും ഈ അലമാരക്കകത്താണ് സൂക്ഷിച്ചു വയ്ക്കണം. ഈ അലമാര തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണം. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് എല്ലാ സാധനങ്ങളും തിന്നാൻ തന്നാലും ഈ കട്ട് തിന്നുമ്പോൾ ഒരു പ്രത്യേക സുഖമായതുകൊണ്ട് ഞങ്ങൾ പിള്ളേരുടെ കണ്ണൊക്കെ എപ്പോഴും ഈ അലമാരനെ ചുറ്റിപ്പറ്റിയായിരിക്കും. പക്ഷെ അമ്മൂമ്മയ്ക്ക് ഞങ്ങളുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നതുകൊണ്ടുണ്ടല്ലോ, അമ്മൂമ്മയുടെ കണ്ണെപ്പോഴും ഞങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും. പിന്നെ ഈ അച്ചപ്പം കുഴലപ്പം ഒക്കെ നമ്മൾ തിന്നുമ്പോൾ ഈ കറുമുറാന്നുള്ള ഒരു ഒച്ചയല്ലേ, നമ്മുടെ തിയേറ്ററിലെയൊക്കെ ഡോൾബി സിസ്റ്റത്തിൻ്റെ ഒച്ച പോലെയാണ്. അത് കാരണം ഞങ്ങൾ ഇതൊക്കെ അലമാരിയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് മുറ്റത്തേക്ക് ഒരൊറ്റ ഓട്ടാണ്. പിന്നെ അവിടെ വെച്ചിട്ടാണ് തിന്നുള്ളൂ. പിന്നെയുള്ള കട്ടുതീറ്റാന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ മാങ്ങ പറിച്ച് പഴുപ്പിക്കാൻ വയ്ക്കും. കോട്ടമാങ്ങയും നല്ല കിളിച്ചുണ്ടൻ മാങ്ങയൊക്കെ ഉണ്ടാകുന്ന വീട്ടിൽ അത് മുഴുവനും പഴുക്കണേന് മുമ്പേ ഞങ്ങൾ തിന്നു. ഞങ്ങളുടെ വീട് മച്ചിട്ട വീടാട്ടോ. അപ്പോൾ ഈ മുകളിലേക്കുള്ള സ്റ്റെപ്സ് ഇങ്ങനെ മരത്തിൻ്റെ സ്റ്റെപ്സാണ്. ഞങ്ങൾ പിള്ളേര് ഈ പൂച്ചയൊക്കെ കയറി പോണ പോലെ പതുങ്ങി പതുങ്ങി കായംകുളം കൊച്ചുമീനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് കയറി പോകും മുകളിലേക്ക്. എന്തിനാണെന്നറിയാമോ ഇത്ര കഷ്ടപ്പെട്ട് മുകളിലേക്ക് പോണേ? ഈ മച്ചിൻ്റെ മുകളിലാണ് പത്തായം. 2 പത്തായമാണ്. ഒരു പത്തായത്തിൻ്റെ അകത്താണ് നെല്ലൊക്കെ സൂക്ഷിച്ച് വെക്കണത്. മറ്റേ പത്തായത്തിൻ്റെ അകത്ത് ഈ പഴക്കൊലയൊക്കെ പുകയ്ക്കാൻ വയ്ക്കണതാണ്, പഴുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പത്തായത്തിൻ്റെ അകത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. അപ്പോൾ ഞങ്ങളുടെ ചേട്ടായിമാർ അവരതിൻ്റെ അകത്ത് ഇറങ്ങും, ഞങ്ങൾ പെൺപിള്ളേർ പുറത്ത് നിൽക്കും. എന്നിട്ട് ഈ പഴമൊക്കെ എടുത്ത് ഞങ്ങൾക്കും തരും. അത് മുഴുവനും നിർദാക്ഷിണ്യം ഞങ്ങൾ തിന്നു തീർക്കും. പാവ അമ്മൂമ്മ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വല്ല പുട്ടും പഴമോ അവലോസോടിയും പഴമോ അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണായിരിക്കും. രാവിലെ എണിച്ച് നോക്കുമ്പോൾ ഒരു കൊല മാത്രം ഉണ്ടാവും അവിടെ. ഞങ്ങൾക്ക് വിദേശത്തൊരു അമ്മായി ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മായി നാട്ടിൽ പ്രായമായിട്ടിരിക്കണ അപ്പച്ചനും അമ്മയ്ക്കും ഇച്ചിരി വൈറ്റമിൻസ് ABCD ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് അവിടുന്ന് നല്ല കശുവണ്ടി ഉണക്കമുന്തിരിങ്ങയൊക്കെ കൊണ്ടുവരും. പക്ഷേ ഈ വൈറ്റമിൻസ് എല്ലാം കിട്ടുന്നത് ഞങ്ങൾക്കായിരിക്കും. ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വെറുതെ ഞങ്ങൾ ഒരു വഴക്ക് പറയുമായിരുന്നു എന്നറിയോ. ഇപ്പം ഞാൻ പിള്ളേർ കട്ട് തിന്നുമ്പോൾ ഒന്നും പറയാറില്ല കേട്ടോ. അവർ കട്ട് തിന്നോട്ടെ എന്നോർത്ത് ഞാൻ കുറച്ച് സാധനങ്ങളങ്ങ് മാറ്റി വയ്ക്കും. അവരുടെ വിചാരം ഞാനിതൊന്നും അറിയണില്ലാന്ന്. നമ്മളിതിൻ്റെ അപ്പുറത്തെ പണി കാണിച്ചിട്ട് വന്നേക്കണ കാരണം പിള്ളേരെ വെറുതെ വഴക്ക് പറയാൻ പറ്റും. പിന്നെ ഇതൊക്കെ പണ്ട് കള്ളകൃഷ്ണന്റെ കാലം തൊട്ട് തുടങ്ങിയ കലാപരിപാടികളല്ലേ. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്
അന്ന് അമ്മൂമ്മയും ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പലതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്ത പല കാര്യങ്ങളും അമ്മൂമ്മ അങ്ങ് കണ്ണടച്ച് വിട്ടതായിരുന്നു. കാരണം കൊച്ചുമക്കളെ സ്നേഹിക്കാണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. നിങ്ങളും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ കേട്ടപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ലഡുവും ഉണ്ടയും കുഴലപ്പവും അച്ചപ്പവും ഒക്കെ പൊട്ടണ ഒച്ച ഞാനിവിടെ കേട്ടു. അത് കാരണം നിങ്ങളുടെ കട്ടുതീറ്റ കഥകൾ എൻ്റെ കോമൻറ്റ് ബോക്സിൽ കൂടെ ഇങ്ങോട്ട് പോരട്ടെ, ഞാനൊന്ന് അറിയട്ടെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ.